നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് സ്വീകരണം നൽകി. ഇടുക്കി MLA റോയ് കെ പൗലോസ് വോട്ടർമാരോട് നന്ദി അറിയിക്കുന്നതിനായി നിയോജക മണ്ഡലം വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം തുടങ്ങി. ഹൈറേഞ്ച് NSS യൂണിയന്റെ പേരുപയോഗിച്ച് നേതാക്കന്മാരെയോ പ്രവർത്തകരെയോ അപമാനിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മുള്ളംകുത്തിയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് സ്വീകരണം നൽകി. സാംസ്കാരിക ഇടുക്കിയുടെ ഉന്നമനത്തിനായി നടപ്പാക്കേണ്ട പദ്ധതികളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. നെടുങ്കണ്ടം കൈലാസപ്പാറ ശിവപാദം ട്രൂപ്പിന്റെ കൈകൊട്ടിക്കളിയോടെയായിരുന്നു MLAയെ എതിരേറ്റത്. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ EJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമുച്ചയം 50 കോടി രൂപ മുടക്കുന്ന ഓഡിറ്റോറിയം, ഒന്നിലധികം ഓഡിറ്റോറിയങ്ങൾ, റിഹേഴ്സൽ സ്പേസ് ഒക്കെയുള്ള ഒരു വേണമെങ്കിൽ ഒരു സംസ്ഥാന സ്കൂൾ വിഭജന പോലെ വേണമെങ്കിലും നെടുങ്കണ്ടത്ത് നടത്താൻ പര്യാപ്തമായ സാംസ്കാരിക സമുച്ചയം ഭാവിയിലെങ്കിലും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അതിനൊരു ശ്രമം നടത്തണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുഞ്ഞുവാൻ പറഞ്ഞു, നമ്മളെ പണക്കൊണ്ടൊരു കൂട്ടിപ്പിടിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, വളരെ സത്യമാണ്. തുടർന്ന് സാംസ്കാരിക വേദി പ്രവർത്തകർ MLAയെ ആദരിച്ചു. മറുപടി പ്രസംഗത്തിൽ ഉടുമ്പൻചോല കേന്ദ്രീകരിച്ച് നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികൾ സംബന്ധിച്ച് തന്റെ ആശയങ്ങൾ MLA പങ്കുവച്ചു. സാംസ്കാരിക പരിപാടികൾ നടത്താൻ വിശാലമായ പരിപാടി, നൃത്തം നടത്തുന്നവർക്ക് നൃത്തം, മറ്റേത് സൗകര്യം ആ പരിപാടി നടത്താൻ സൗകര്യമായിട്ട് നടത്താനുള്ള ഒരു പദ്ധതി ഇദ്ദേഹം സൂചിപ്പിച്ച ആ ഫണ്ട് ലഭ്യമാകുമെങ്കിൽ എന്റെ മനസ്സിലുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ടൗണിന്റെ നടുക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ കുറേയധികം സ്ഥലങ്ങളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശുപത്രിയിൽ ആകെ പോകുന്ന ഒരാളെ ഞാൻ കാണുന്നത് രാമകൃഷ്ണൻ കന്നാരിയായിട്ടാണ് അവിടെ പോകുന്നത്. വേറെ ആളുടെ കന്നാരിയെ ചികിത്സിക്കാൻ പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ അദ്ദേഹത്തിന് പ്രശ്നമില്ല. നന്മ സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ കുട്ടിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR രാമചന്ദ്രൻ, ഗൗരി പാർവതി, സാംസ്കാരിക വേദി സെക്രട്ടറി ലേഖ ത്യാഗരാജൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് MN ഗോപി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M സുകുമാരൻ, വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് ഷിജു ഉള്ളുരുപ്പിൽ, നെടുങ്കണ്ടം പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രിൻസ് ജെയിംസ്, പൊതുപ്രവർത്തകൻ ജോജി ഇടപ്പള്ളിക്കുന്നേൽ, ഷരിൽ ചിത്രാലയം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇടുക്കി MLA റോയ് കെ പൗലോസ് വോട്ടർമാരോട് നന്ദി അറിയിക്കുന്നതിനായി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം തുടങ്ങി. കൊന്നത്തടി പഞ്ചായത്തിലെ മങ്കോയിൽ നിന്നും ആരംഭിച്ച പര്യടനം പാറത്തോട്ടിൽ സമാപിച്ചു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകില്ലെന്നും നടപ്പിലാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് നൽകുകയുള്ളൂ എന്നും അദ്ദേഹം വോട്ടർമാരോട് സംസാരിക്കുന്നതിനിടെ വ്യക്തമാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് റോയ് കെ പൗലോസ് MLAയെ സ്വാഗതം ചെയ്തത്. തനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി അറിയിക്കുകയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകില്ലെന്നും നടപ്പിലാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ജനങ്ങൾക്ക് നൽകുകയുള്ളൂവെന്നും ഗ്രാമങ്ങളിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ പരിശ്രമിക്കുമെന്നും വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ സമ്മേളനങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. ഇടുക്കി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും MLA പറഞ്ഞു. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ദ്രോഹിക്കുന്ന വിധത്തിൽ ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും നടത്തിവരുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നും റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. കുട്ടികളും മുതിർന്നവരും ജനപ്രതിനിധികളും വിവിധ കേന്ദ്രങ്ങളിൽ റോയ് കെ പൗലോസിന് സ്വീകരണം നൽകി. നശിച്ചു പോയില്ലായിരുന്നു എന്നാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ
നേതാക്കന്മാർ പരാമർശിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ എത്ര പരാമർശങ്ങൾ നടത്തിയത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത്? ആർക്ക് വേണ്ടിയായിരുന്നു ഭരണം നടത്തിയത്? ജനങ്ങൾക്ക് വേണ്ടിയാണോ ഭരിച്ചത്? അതെയോ പാർട്ടിയിലേക്ക് പ്രമാണിമാരായിട്ടുള്ള ആളുകൾക്ക് പണമുണ്ടാക്കാനും അഴിമതി നടത്താനും അവരുടെ അഹങ്കാരം ഈ നാട്ടിൽ ആളുകളെ ബോധ്യപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ഭരണം നടന്നത്? UDF മണ്ഡലം ചെയർമാൻ ലിനീഷ് അഗസ്റ്റിൻ, DCC ജനറൽ സെക്രട്ടറി ജേസൺ കെ ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ, പഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി ജോയ്, UDF മണ്ഡലം കൺവീനർ ജോബി പെടിക്കട്ടുകുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു KJ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മഹേഷ് മോഹൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സലു ജോസ് മുളഞ്ചിറ, ബ്ലോക്ക് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈറേഞ്ച് NSS യൂണിയന്റെ പേര് ഉപയോഗിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെയോ അനുബന്ധ സംഘടനകളുടെ നേതാക്കന്മാരെയോ പ്രവർത്തകരെയോ അപമാനിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൈറേഞ്ച് NSS യൂണിയന്റെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. NSS യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും 4 വർഷം മുമ്പ് നീക്കം ചെയ്ത ഒരു വ്യക്തിയും ഏതാനും ചില ആളുകളും ചേർന്ന് NSS ജനറൽ സെക്രട്ടറിയെയും നായർ സർവീസ് സൊസൈറ്റിയെയും ഇതിന്റെ നേതാക്കളെയും പരസ്യമായി അപമാനിക്കുകയാണെന്ന് NSS ഭാരവാഹികൾ ആരോപിച്ചു. NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഹൈറേഞ്ച് NSS യൂണിയൻ്റേതായി ഹൈറേഞ്ച് NSS യൂണിയൻ്റെ പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ചില പരാമർശങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഹൈറേഞ്ച് NSS യൂണിയൻ്റെ ഭരണസമിതി 2022 ജൂൺ 8-ാം തീയതി കരിയോഗം രജിസ്ട്രാർ ഏറ്റെടുക്കുകയും ഭരണത്തിൻ്റെ നിയന്ത്രണം കരിയോഗം രജിസ്ട്രാർ ഏറ്റെടുക്കുകയും അതിനുശേഷം ഇവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് ഹൈറേഞ്ച് NSS യൂണിയൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് NSS യൂണിയൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാനാണ് യൂണിയൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മീറ്റിങ്ങുകൾ നടത്താറുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആരും അത് വലിയ മുഖവിലക്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആ മീറ്റിങ്ങിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയത് ഞങ്ങളുടെ NSSൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ സാറിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 2022 ഹൈറേഞ്ച് യൂണിയന്റെ ഭരണം രജിസ്ട്രാർ ഏറ്റെടുക്കുകയും യൂണിയന്റെ ഭരണ നിർവഹണത്തിനായി 11 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കരയോഗങ്ങളുടെയും അംഗങ്ങളുടെയും പങ്കാളിത്തം വർദ്ധിക്കുന്നതിൽ നിരാശ പൂണ്ടാണ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം നടത്തുന്നത്. ഹൈറേഞ്ച് NSS യൂണിയന് നിലവിൽ പ്രസിഡന്റ് സ്ഥാനമില്ല, മറിച്ച് യൂണിയൻ ചെയർമാൻ സ്ഥാനമാണുള്ളത്. മുൻ പ്രസിഡന്റ് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് വിവിധ പരിപാടികൾ നടത്തുന്നത്. അതിനാൽ ഹൈറേഞ്ച് NSS യൂണിയന്റെ പേരിൽ ഇനി ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല. ഈ വിഭാഗീയ പ്രവർത്തനത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ, സെക്രട്ടറി PT അജയൻ നായർ, യൂണിയൻ ഭാരവാഹികൾ, വനിതാ യൂണിയൻ ഭരണസമിതി, NSS പ്രതിനിധി സഭാംഗങ്ങൾ, താലൂക്ക് ആധ്യാത്മിക പഠന കേന്ദ്രം കോർഡിനേറ്റർമാർ, താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മുള്ളംകുത്തിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. JHI സീന M രാജ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പകർച്ചവ്യാധികൾ തടയുന്നതിനായി വാർഡുതല സമിതികളുടെ നേതൃത്വത്തിൽ വീടും പരിസരവും പൊതുയിടങ്ങളും വൃത്തിയാക്കൽ, കൊതുക് ഉറവിട നശീകരണം, ഓടകൾ ശുചീകരിക്കൽ എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മുള്ളംകുത്തിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മുള്ളംകുത്തി 13-ാം വാർഡിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണ പ്രക്രിയയാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട JHI ഉണ്ട്, ബഹുമാനപ്പെട്ട തൊഴിലുറപ്പ് അംഗങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. കൂടാതെ നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി ഈ പരിപാടി നടത്തി വരികയാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അതിനൊക്കെ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് പ്രിയപ്പെട്ട കുടുംബശ്രീ തൊഴിലുറപ്പിൻ്റെയും കുടുംബശ്രീയുടെയും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെയും
അംഗങ്ങളുടെ ക്ലീൻ ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആരോഗ്യ വിഭാഗം JHI സീന M രാജ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിൽ ജൂൺ 1 വ്യാഴപ്രീതി പൂജ നടക്കും. രാവിലെ 9 ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി കൈതപ്പുറം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വ്യാഴപ്രീതി പൂജ, മഞ്ഞപ്പട്ട് സമർപ്പണം, നെയ്വിളക്ക് സമർപ്പണം, കടലപ്പറ സൂക്താർച്ചന തുടങ്ങിയ വഴിപാടുകൾ ഉണ്ടായിരിക്കും. ഇടുക്കി ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന ചെറുതോണിയുടെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിലുള്ള വിവിധ പദ്ധതികൾക്കായിരിക്കും മുഖ്യ പരിഗണന നൽകുന്നതെന്ന് ഇടുക്കിയുടെ പുതിയ MLA റോയ് കെ പൗലോസ് വ്യക്തമാക്കി. മരിയാപുരം, വാഴത്തോപ്പ് മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായി ചെറുതോണിയിൽ സംഘടിപ്പിച്ച സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡബിൾ കട്ടിങ്ങിൽ നിന്ന് ആരംഭിച്ച് നന്ദി പറയൽ പര്യടന പരിപാടി AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വർഗീസ് വട്ടിയാങ്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജോബി തയ്യിൽ അധ്യക്ഷത വഹിച്ചു. ചെറുതോണിയിൽ നടന്ന സമ്മേളനത്തിൽ MK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. വിവിധ നേതാക്കൾ സന്നിഹിതരായിരുന്നു. നാരകക്കാനം സെയിന്റ് ജോസഫ് UP സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമവും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി DYSP P ഷിജു PS വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാൻ മേലേട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ജയൻ P ജോൺ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇന്ധന വില വർധനവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇന്ധനവില തുടർച്ചയായി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ മുണ്ടിയരുമയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ദിവസേന എന്നോണം ഇന്ധനവില കൂട്ടുകയാണ്. ഇത് രാജ്യത്ത് വൻ വിലക്കയറ്റത്തിന് വഴിതെളിക്കും. നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എന്തിനും വില ഉയരുകയും സാധാരണക്കാർക്ക് ദൈനംദിന ചെലവുകൾ താങ്ങാനാവാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമെന്ന് സമരക്കാർ ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CS യശോധരൻ, G മുരളീധരൻ, പാപ്പുട്ടി താന്നിക്കൽ, റൂബി ജോസഫ്, മിനി ടോമി, VC അനിൽ, ടോമി കരിയരക്കുളം, പ്രസാദ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ലക്ഷ്യ അക്ഷയശ്രീ സ്വാശ്രയ സംഘവും ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയും സംയുക്തമായി മെയ് 31 സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പഴുക്കാകുളം ലക്ഷ്യ അക്ഷയശ്രീ ഓഫീസിൽ വച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. സഹകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം S പത്മഭൂഷൺ ഉദ്ഘാടനം നിർവഹിക്കും. അക്ഷയശ്രീ തൊടുപുഴ താലൂക്ക് കോർഡിനേറ്റർ സന്തോഷ് ബാബു, ജില്ലാ സഹകരണ ആശുപത്രി സെക്രട്ടറി K രാജേഷ് കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേരും. ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ റെജി ജോസ്, പീഡിയാട്രിഷ്യൻ ഡോക്ടർ സോണി തോമസ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകും. മുൻ മന്ത്രി വീണ ജോർജും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. കൊല്ലം മണത്തറയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് വാഹനം തെന്നി മാറിയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. അപകടത്തിന് പിന്നാലെ കുടുംബം മറ്റൊരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ജോർജിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നടപടിയിലേക്ക്. സംസ്ഥാന വ്യാപകമായി നടത്തിയ വൻ റെയ്ഡുകൾക്ക് പിന്നാലെ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു. കേരളത്തിലും ബംഗളൂരുവിലും ഉള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. 12 അക്കൗണ്ടുകളിലായി 8.36 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ED പരിശോധനയിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും വീണയുടെ പേരുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ ഉൾപ്പെടെ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഈ വർഷത്തെ +2 പരീക്ഷയിൽ തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിന് തിളക്കമാർന്ന വിജയം.
സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായി 240 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 224 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹരായി. 94% വിജയത്തോടെ ജില്ലയിൽ തന്നെ മികച്ച റിസൾട്ട് ആണ് സ്കൂൾ കൈവരിച്ചിരിക്കുന്നത്. 38 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 17 കുട്ടികൾക്ക് 5 വിഷയങ്ങൾക്കും A+ നേടാൻ കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് സ്വീകരണം നൽകി. ഇടുക്കി MLA റോയ് കെ പൗലോസ് വോട്ടർമാരോട് നന്ദി അറിയിക്കുന്നതിനായി നിയോജക മണ്ഡലം വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം തുടങ്ങി. ഹൈറേഞ്ച് NSS യൂണിയന്റെ പേരുപയോഗിച്ച് നേതാക്കന്മാരെയോ പ്രവർത്തകരെയോ അപമാനിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മുള്ളംകുത്തിയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ അനീഷ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.